അറിഞ്ഞോ? ഗാങ്സിന്റെ ടീമിനെ ഇറക്കാൻ മൊത്തം പൈസ മുടക്കുന്ന ഗ്ലാഡിസാ. ഗ്ലാഡീസോ? അപ്പൊ ഇക്കുറി തീപ്പൊരി പാറും. കോച്ചായിട്ട് വരുന്നത് ആ മിന്നൽ സൈമണും. മിന്നൽ സൈമണോ? അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോടാ? കണ്ണൂരിലെ പുലി യാത്രേ, പുലി. നിങ്ങൾ എന്നാ നാട്ടുകാരെ വേണ്ടി തല്ലി വിളിക്കുന്നത്? വേണ്ടതൊന്നും ചെയ്യണ്ട. ശുഭതി മാറ്. വേണ്ടതൊന്നും ചെയ്യണ്ട. മാറിക്കടാ. ആക്രി പറയാൻ തരൂല. അതാർക്ക് വേണം? എന്റെ അപ്പനാണ് സത്യം. ഞാൻ ഈ ദിവസം ആത്മഹത്യ. ഇനി അടുത്ത 1-ാം തീയതി വരും. അന്നും പൈസ ഇല്ലെങ്കിൽ നിന്നെ അടക്കം ഞങ്ങൾ മൊത്തം കത്തിച്ചോളാം. മലയാളി, ഒരു തൊഴിലാളി എന്ന നിലയ്ക്ക് എനിക്ക് 2 കാര്യം പറയാനുണ്ട്. അടുത്ത മാസം 1-ാം തീയതി ഞാൻ ലീവായിരിക്കും. മറ്റന്നാൾ എൻ്റെ കൊച്ചിൻ്റെ 28 കേട്ടാ. എനിക്ക് എങ്ങനെയും 2000 രൂപ തരണം. എങ്ങനെയും തരാൻ വേണ്ടേ 2000? എന്തേലും പണയം വെച്ചിട്ടായിരുന്നാ പറഞ്ഞ്. ഇവിടെ ആകെ പണയം വെക്കാനുള്ളത് നീയാ. അതാണ് ഒരു പട്ടിക്കും വേണ്ട. കൂലിയിലേലും ജോലി എന്നാളാന്ന് വെച്ചാ ഞാനൊന്നും പറയാത്തത്. നന്ദി വേണോടാ പന്നി. ഷിബു, ഇതേതടാ പലിശക്കാരൻ? ആ, ഇവനാണ് സൈമൻ ചേട്ടായേ. ജോഷിയാന്ന്. ആ, എന്നാ ഉണ്ട്? സൈമൻ ചേട്ടാ. ഇത് ബോസ്കോ മുതലാളി. ആ, മാനിന, അതുകൊണ്ടാ. ചുമ്മാ നമ്മളെ അമ്മാവനും മരുമോനാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ചേട്ടായി പൊള്ളേ. കാര്യങ്ങളെല്ലാം ഫോണിൽ ജോഷി പറഞ്ഞിട്ടില്ലേ? റെഡിയല്ലേ? അടിപൊളി കോച്ചാ ഞാൻ. കോച്ചിന്റെ കാര്യത്തിൽ എന്നെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. കോച്ചെ കൊന്നുകളയും ഞാൻ. കോച്ചാതിരിക്കാനാ കാശ് തരുന്നത്. മനസ്സിലായില്ലേ? ഇവരുടെ എതിർ ടീമിന് വേണ്ടിയാ ചേട്ടനെ നിയമിക്കുന്നത്. അവരെ അങ്ങ് തോപ്പിച്ചു കൊടുത്താക്കണം. അത്രേ ഉള്ളൂ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. വോളിബോളേ സത്യമുള്ള കളിയാ. അയ്യോ, ഞാൻ ഇച്ചി എത്തിക്സ് ഒക്കെ ഉള്ള ആളാ. ജോഷി പോകാം. അയ്യോ, പോകല്ലേ. ഞാൻ കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കട്ടെ. അവിടേക്ക് ചേട്ടായി ഒന്നിങ്ങ് വന്നേ. വാ. അമ്മാവനെന്ത് കോപ്പായി പറയുന്നത്? എടാ, തോപ്പിക്കാനായിട്ട് എങ്ങനെ കോച്ചു? അമ്മാവനെ ആത്മാർത്ഥമായിട്ട് കോച്ചാൽ മതി. അവര് തോറ്റോളും. അത് പിന്നെ ഈ സ്കൂളിലെ പിള്ളേരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ തട്ട് കിട്ടുമോ? ഇവിടെ കിട്ടുന്നേക്കാളും കുറവായിരിക്കും എന്തായാലും. ഈ സ്കൂൾ പിള്ളേർ അത്ര പോലും വിവരില്ലാത്തവരാ അവിടെ മൊത്തം നാട്ടുകാരും. അവിടുത്തെ ഏറ്റവും വലിയ മണ്ടനാണ് ആ നിൽക്കുന്നേ. എങ്ങനെയുണ്ട്? അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും കാശ് കിട്ടും. 50-50. അമ്മാവന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ടാ ഞാനിത് ചാടിക്കറി പ്ലാൻ ചെയ്തു. എന്നാലും ഈ അറിയാത്ത പണി. അറിയാവുന്ന പണിയാണെങ്കിൽ ഞാൻ വേറെ ആൾക്കാരെ വിളിക്കൂലേ. നമ്മളെ സാഹചര്യങ്ങൾക്ക് ഒത്തുവീരണം. ചങ്കൂറ്റം കൊണ്ടും നമുക്ക് രാമായണം വായിക്കാം. ചേട്ടൻ വന്നേ, അഡ്വാൻസ് വായിക്കാം. വാ മുതലാളി. അപ്പൊ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. അഡ്വാൻസ് കൊടുത്താക്ക്. അഡ്വാൻസ് അവര് വേറെ ആരെങ്കിലും കണ്ടെത്തും മുമ്പ് നാളെ തന്നെ ലാൻഡ് ചെയ്യണം. ചെയ്യാം. അപ്പൊ പറഞ്ഞ പോലെ അവിടെ കാണാം. ഓക്കെ. ഷിബു, ഞാൻ 1 മാസം നീണ്ട ടൂറിലായി. ഇനി നീയാണ് ഇവിടുത്തെ മൊത്തം ഒരു. പിന്നെ ശരി. അതെ, 500, 400, 300, 200 കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ അഡ്വാൻസ്. അത് മതി. ഓക്കെ. വരത്തനാന്ന് തോന്നുന്നു. മുട്ടിയാലോ? ചേട്ടാ, ഈ പള്ളിയിലോട്ടുള്ള വഴി ഏതാ? നേരെ അങ്ങോട്ട്. അപ്പൊ ഷാബി വഴിയായിരിക്കും.
ആ, കണ്ടറിയില്ലേ നല്ല മനുഷ്യനാ. എഴുതിക്കോ. മനു ജോസഫ്. ആ മനു ജോസഫിനെ എന്തായാലും പൊക്കണം. കാലിക്കറ്റിന്റെ രാജീവ്. ശുക്കൂറേ, എതിർ ക്യാമ്പിന് വിവരങ്ങൾ ആരോ ചോർത്തി കൊടുക്കുന്നുണ്ടോന്നൊരു സംശയമുണ്ട്. നമുക്ക് ഈ യൂണിവേഴ്സിറ്റി താരങ്ങളെ നോട്ടെന്ന് അവന്മാര് പറഞ്ഞിട്ടുണ്ട്. അന്നൊരു അബദ്ധം പറ്റിയത് ശരിയാ ജിമ്മി. നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ? നമുക്ക് അറിയാലോ കരളെ. ജിമ്മി ചേട്ടാ കോച്ച് വന്നേ. എവിടെ? ആ കള്ളിച്ചാപ്പിലുണ്ട്. കള്ളുഷാപ്പില്? കോച്ചായിട്ട് എത്ര വർഷമായി? ഒരു 5-8 വർഷമായി കാണും. ഓ, കേരളത്തിലാ? പുറത്തായിരുന്നു. പുറത്തെവിടെ? പുറത്ത് ഓ അവിടെ ആയിരുന്നോ? ആ കുറെ നേരമായല്ലോ പ്രതി പോലെ ഇരിക്കുന്നേ. എന്നെ അയാസിന്റെ സുഖമല്ലോ ഉണ്ട്. ചേട്ടാ ഓരോ കുപ്പി കള്ളു കൊടുത്തേ. ഒരു ഇപ്പം ഞാനും മേടിച്ചോട്ടെ. പറഞ്ഞു. ഒരു ഇപ്പം എനിക്ക് കൊടുത്തോ? നല്ല ബെസ്റ്റ് ലാൻഡിങ്.